അഹമ്മദ് പക്ഷേ ഈ ഉത്തർപ്രദേശിലെ ഒരു വാർത്ത, ഹൈക്കോടതി അവിടുത്തെ മദ്രസകൾ മുഴുവൻ പൂട്ടാനുള്ള യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നടപടി സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പോൾ മദ്രസകൾ മുഴുവൻ നിരോധിക്കാൻ പൂട്ടാനായിട്ട് യോഗി സർക്കാർ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ ക്വാളിറ്റി ഇല്ലാണ്ട് വരുന്നു, തുല്യത ഇല്ലാതെ വരുന്നു, അതുകൊണ്ട് മതപഠനം മാത്രം കുട്ടികൾക്ക് നൽകുന്നത് ശരിയല്ല എന്ന് കാട്ടിയായിരുന്നു മദ്രസകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ജസ്റ്റിസ് മനോജ് മിശ്ര ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തിൻ്റെ ബെഞ്ച് പറഞ്ഞു, അതായത് വിദ്യാഭ്യാസത്തിൽ തുല്യത ഇല്ലെങ്കിൽ നിങ്ങളതിന് നിയമം ഉണ്ടാക്കുക, ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്, നിരോധിക്കുകയല്ല എന്ന് പറഞ്ഞാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സർക്കാർ എതിർക്കാനും പോയിട്ടില്ല. അപ്പോൾ ഒരു സംശയം, നമ്മുടെ നാട്ടിലൊക്കെ ഈ മുസ്ലിം വിരുദ്ധരായ ആളുകളൊക്കെ പറയുന്നുണ്ട്, ഈ മദ്രസയിൽ പഠിക്കുന്നവരെ കളിയാക്കി വിളിക്കാറുണ്ട് മദ്രസ പൊട്ടന്മാരെന്നൊക്കെ. അപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന ആളുകൾക്ക് ഒരു ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലേ? മദ്രസയിൽ ഈ പറഞ്ഞത് ശരിയായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ മദ്രസ എന്ന് പറഞ്ഞ കൺസെപ്റ്റും കേരളത്തിലേതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അറേബ്യയിൽ മദ്രസ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പബ്ലിക് സ്കൂളുകളാണ്. അത് ശരി. നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഈ സുന്നി വഖഫ് ബോർഡുകൾ, ദൈവബന്ധിലെ മതസംഘടനകൾ, അവരൊക്കെ നടത്തുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വിദ്യാഭ്യാസമേ ഉള്ളൂ. അവരുടെ മതവിദ്യാഭ്യാസത്തിൽ തുടങ്ങി മതവിദ്യാഭ്യാസത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സിസ്റ്റത്തെയാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുല്യത ഇല്ലാതെ പോകുന്നത്. വിദ്യാഭ്യാസത്തിൽ തുല്യതയില്ല, ഈ കുട്ടികൾ പഠിക്കുന്നത്. അതെ, പ്രാഥമിക അങ്ങനെയുണ്ടല്ലോ, ഈ സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭരണഘടനയിലെ മൗലികാവകാശമായ വിദ്യാഭ്യാസ അവകാശം ഉണ്ടല്ലോ, ആ വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇവിടെയും അത്തരം സമാന്തരമായ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അല്ല, അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് മദ്രസയിൽ പോകാതെ സ്കൂളിൽ പോയിക്കൂടെ? സ്കൂളിൽ പോകാം, അവർ മദ്രസ ഓപ്റ്റ് ചെയ്യും. ഓപ്ഷനാണ്. മുസ്ലിം സംഘടന, മുസ്ലിം സമൂഹം മദ്രസകൾക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ അവർ മദ്രസയിൽ പഠിച്ച് ഇസ്ലാമും വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ചിട്ട് മതസമൂഹമായി ജീവിക്കാനുള്ള വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ വിദ്യാഭ്യാസം അവസാനിക്കും. അത് കഴിഞ്ഞാൽ ദരിദ്രന്മാരാണ്, അധികകാലം ഉന്നത പഠനത്തിനൊന്നും പോകില്ല, ഒന്നും കിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരെ മതജീവിതം മാത്രമായിട്ട്, മതവിദ്യാഭ്യാസവും മതജീവിതവും പ്ലസ് ബാക്കി ജീവിക്കാനുള്ള കഠിനാധ്വാനമായിട്ട് പോകും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. രക്ഷപ്പെടില്ല. ഇല്ല, അതുകൊണ്ടാണ് എന്നും അവർ ദരിദ്രരായിട്ട് നിൽക്കുന്നതും വലിയൊരു. അപ്പോൾ യോഗി കൊണ്ടുവന്ന നിയമം ഒരു പോസിറ്റീവ് നിയമമായിരുന്നു. ആ അർത്ഥത്തിൽ പോസിറ്റീവാണ്. അവിടുത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ മദ്രസ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് അത് ശരിയാണ്. പക്ഷേ കേരളത്തിലെ സിസ്റ്റം അതല്ല. കേരളത്തിൽ വേറൊരു തരത്തിലാണ് മദ്രസകളെ സമീപിക്കേണ്ടത്. കേരളത്തിലെ മദ്രസകൾ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് പൊതുവിദ്യാഭ്യാസത്തെ ഇതേ കുട്ടികൾ മദ്രസയിലും പോകുന്നുണ്ട്, മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും സ്കൂളിൽ പോകുന്നു, സ്കൂൾ കഴിഞ്ഞിട്ട് വീണ്ടും മദ്രസയ്ക്ക് പോകുന്നു. അങ്ങനെയാണ്. അതായത് അതിൻ്റെ ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ മദ്രസകൾ രാവിലെ ഒരു 2 മണിക്കൂറും രാത്രി 2 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ മദ്രസ സിസ്റ്റം, പ്രത്യേകിച്ച് സമസ്തയുടെയൊക്കെ സമസ്ത വെച്ചാൽ അറിയാലോ, ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കൊക്കെ തന്നെ വേറെ വേറെ മദ്രസ സമ്പ്രദായങ്ങളുണ്ട്, വേറെ വേറെ സിലബസ് ഉണ്ട്, അവർക്കൊക്കെ തന്നെ വേറെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, വേറെ പരീക്ഷാ ബോർഡുകളുണ്ട്, എല്ലാം വേറെ സംവിധാനങ്ങളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ 2 തരത്തിലാണ്. മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. അവര് മദ്രസ വേറെ നടത്തുന്നില്ല. അവർ പഠിപ്പിക്കുന്ന അവരുടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ മതപാഠങ്ങൾ സ്കൂളിലെ തന്നെ ഒരു ഭാഗമായിട്ട്, സ്കൂളിലെ തന്നെ പീരീഡുകളായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ മറ്റ് അമുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? അമുസ്ലിം കുട്ടികൾക്ക് പഠിച്ചാൽ ബുദ്ധിമുട്ടാവും. കാരണം അത് 2 കാര്യങ്ങളാണ്. അത് അപൂർവമാണ്. അത്ര അൺഎയ്ഡഡ് സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ ചെന്നാൽ അവർക്ക് ഈ മതപാഠത്തിന് പകരം CBSEക്ക് അങ്ങനെ സമ്പ്രദായമുണ്ട്, അറിയാലോ സാറിന്. അവിടെ ഇപ്പോൾ മുസ്ലിം സ്കൂളുകളാണെങ്കിൽ റിലീജിയസ് സ്റ്റഡീസ് പഠിപ്പിക്കും, ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കും. ആ പീരീഡിൽ ഒരു നോൺ മുസ്ലിം കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മോറൽ സ്റ്റഡീസ് പഠിപ്പിക്കും. അങ്ങനെയാണ് അത് മേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം, കേരളത്തിലെ മദ്രസകളുടെ ഒരു പ്രശ്നം, ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കോളേജുകളിൽ, മതസ്ഥാപനങ്ങളിൽ ഫുൾ ടൈം പഠിക്കുന്ന കുട്ടികളെ മാറ്റി നിർത്തിയാൽ തന്നെ രാവിലെ 7 മുതൽ 9 വരെ, അല്ലെങ്കിൽ 7:30 മുതൽ 9:30 വരെയാണ് ഈ മദ്രസകൾ പൊതുവെ നടക്കുന്നത്. അല്ലെങ്കിൽ കൂടി വന്ന ഒരു 2.5 മണിക്കൂർ ആണ് രാവിലെ. ഏർലി മോർണിംഗിൽ ഈ കുട്ടികൾ എണീറ്റ് മദ്രസയിലേക്ക് പോകണം. പലപ്പോഴും കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല,
മര്യാദക്ക് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടില്ല, മര്യാദക്ക് കുളിക്കാൻ സമയം കിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് നല്ല വിശന്നിട്ട് കഴിക്കാൻ സമയം കിട്ടില്ല, മര്യാദക്ക് കുളിക്കാനോ ഒന്നും രാവിലത്തെ ഒരു റിഫ്രഷ്മെന്റ് അവർക്ക് സമയം കിട്ടില്ല. രാവിലെ തന്നെ കണ്ണ് തിരുമ്മിയിട്ട് അവർ മദ്രസയിലേക്ക് പോകും. ആ മദ്രസയിൽ നിന്ന് ഓടിക്കതച്ച് വന്നിട്ട് വല്ലതും കഴിച്ചെങ്കിൽ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ നേരെ സ്കൂളിലേക്ക് പോകണം. മിക്ക കുട്ടികൾക്കും ഇപ്പോൾ പുതിയ സമ്പ്രദായം അനുസരിച്ച് സ്കൂൾ വിട്ടാൽ ഒന്നുകിൽ ട്യൂഷൻ ഉണ്ട്, കളിക്കാൻ ഈ കുട്ടികൾക്ക് സമയമില്ല, സോഷ്യലൈസിങ്ങിന് വേറെ സമയം കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പകലും രാത്രിയും മദ്രസയിൽ പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ചില മഹല്ലുകളിൽ ചില പ്രദേശത്തൊക്കെ രാവിലെ ഒരു വിഭാഗം കുട്ടികളും പോവും, ഉച്ചയ്ക്ക് ശേഷം വേറെ ക്ലാസ്സുകൾക്ക് രാത്രിയിലും പോവും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ഇതേ കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തെ, കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ നിലവാരത്തെ, അവർക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള സമയത്തെ, പഠിക്കാനുള്ള സമയത്തെ, കോൺസെൻട്രേഷൻ, അതിനേക്കാളൊക്കെ ഈ പാഠഭാഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയത്തെ ഇത് ബാധിക്കുന്നുണ്ട്. അല്ല, ഇത് കമ്പൽസറി ആണോ? പോകണമെന്ന് ഒന്നുമല്ല, കമ്പൽസറി ഒന്നുമല്ല സാറേ. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ക്രൈസ്തവരുടെ സൺഡേ സ്കൂൾ ഉണ്ടല്ലോ, അത് കമ്പൽസറി ആണ്, അതിന് പരീക്ഷയൊക്കെ ഉണ്ട്. അല്ല, ഇത് ഇസ്ലാമും കമ്പൽസറി ആക്കുന്നുണ്ട്. മദ്രസയിൽ പോകാത്തവനെ ഇസ്ലാമായിട്ട് കണക്കാക്കൂല, കാരണം അവന് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഈ കുട്ടികൾ പോയേ പറ്റുള്ളൂ എന്നാണ് ഇസ്ലാമികമായ ഈ മതവിശ്വാസികളുടെ ഒരു നിർബന്ധ സംഗതിയാണിത്. മാഷിപ്പോൾ പറയാൻ വന്നത് പാഠഭാഗങ്ങളെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞൊരു ഇപ്പോഴുള്ള ഒരു പ്രശ്നം, ഞാനിത് പല തലങ്ങളിൽ പല അവസരങ്ങളിൽ ഇത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ആലോചിക്കേണ്ടി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഈയിടെ നമ്മുടെ സ്കൂളുകളുടെ കരിക്കുലം പരിഷ്കരണത്തെക്കുറിച്ച് ചർച്ച വന്നു കേരളത്തിലാകെ. അപ്പോൾ ഈ ഇസ്ലാമിക സമൂഹങ്ങളാകെ ഉയർത്തിയൊരു പ്രശ്നം, അതിൽ കരിക്കുലത്തിലെ മാറ്റത്തിൽ നമ്മുടെ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചൊരു ചർച്ച വന്നു. അതിനെയാണ് വലിയ തോതിൽ ഇവർ എതിർത്തത്. അപ്പോൾ എതിർത്തപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതാണ് അവർ ഉയർത്തിയത്. ഞാൻ അതിനെതിരായി ഉന്നയിച്ച ഒരു കാര്യം, ഞാനതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം, ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ, ആകെ പഠിപ്പിക്കുന്ന മണിക്കൂറുകൾ നോക്കുമ്പോൾ ഈ മൊത്തം ഒരു കൊല്ലം ഒരു കുട്ടിയെ മദ്രസയിൽ ഞങ്ങളൊക്കെ അത് കടന്നു വന്നവരാണല്ലോ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതും ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ പാഠഭാഗങ്ങളെല്ലാം കൂടി പരിശോധിച്ചാൽ 2 മാസത്തെ വെക്കേഷൻ കാലത്ത് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇവർ പഠിക്കുന്ന മണിക്കൂറുകൾ എടുത്താലും അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ സൺഡേ സ്കൂൾ പോലെ ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസം, സൺഡേ എങ്കിൽ സൺഡേ, ഇപ്പോൾ ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂളിൽ പോകുന്ന പോലെ മുസ്ലിങ്ങൾക്ക് സൺഡേ ഇല്ലല്ലോ, ആ സൺഡേ അവധിയല്ലേ, ആ ഒരു അവധി ദിവസം എടുത്താലും പഠിപ്പിക്കാനുള്ള മണിക്കൂറുകൾ കിട്ടുന്നുണ്ട്, പഠിപ്പിക്കാനുള്ള സിലബസും ഉള്ളൂ. അല്ല, അഹമ്മദ് മാഷ് ഒരു അധ്യാപകനാകുമ്പോൾ കൃത്യമായിട്ട് അറിയാം. എനിക്കത് തന്നെ അറിയാം. ഞാൻ അതിൻ്റെ പീരീഡ്സ് എണ്ണി കണക്കാക്കിയിട്ട് ആ സംഭവത്തിലൊക്കെ പലയിടത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യാൻ പക്ഷേ ഇവർ തയ്യാറല്ല. ഇവർ ആലോചിക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മദ്രസ കൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർക്ക് അടിസ്ഥാന യോഗ്യത ഒന്നും വേണ്ട, എവിടെയെങ്കിലും കുറച്ചു കാലം മദ്രസയിൽ പഠിച്ചാൽ മതി. ഇവര് അതുകൊണ്ട് ജീവിക്കുന്ന മദ്രസാധ്യാപകർ, അവർ വലിയ യൂണിയനാണ്, വലിയ ട്രേഡ് യൂണിയൻ പോലെ ഈ സമസ്തയുടെ ഒരു വലിയ ബറ്റാലിയനാണത്, അവരുടെ ഒരു വലിയ സംഘശക്തിയാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യും, അവരുടെ ജോലി എന്ത് ചെയ്യും, നമ്മുടെ മദ്രസകൾ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദ്യം. അപ്പം ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം, CBSE സ്കൂളുകൾ നടത്തുന്നവരാണ് ഈ മുസ്ലിം സംഘടനകളൊക്കെ, CBSE സ്കൂളുകളാണ്. ആ സ്കൂളുകൾ രാവിലെ 8 മണിക്കും 7:30 മണിക്കും ഒക്കെ തുടങ്ങും, പലയിടത്തും നേരത്തെ തുടങ്ങുന്നുണ്ട്. അവിടെ ഈ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിപ്പിച്ചാൽ തീർന്നു അത്. അപ്പോൾ ആ കുട്ടികൾക്ക് മദ്രസയിൽ പോകണ്ട. ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യം, പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന്റെ മുമ്പിലാണ് ഈ പ്രശ്നം ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ സ്കൂളിൽ മദ്രസ മുടങ്ങും. ഇവരൊക്കെ ഓരോ ജാതി തിരിഞ്ഞ്, സംഘം തിരിഞ്ഞ്, സഭ തിരിഞ്ഞ് നടത്തുന്ന CBSE സ്കൂളുകളിൽ ഈ പ്രശ്നമില്ല, അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഈ പ്രശ്നമില്ല, ആ ചർച്ചയില്ല. മദ്രസ പോകുമെന്ന വിഷയത്തിൽ എന്താ കാര്യം എന്നറിയോ, ഇതൊക്കെ തന്നെ നല്ല ഫീസ് വാങ്ങി നടത്തുന്ന സ്ഥാപനങ്ങളാണ്, വലിയ വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ഉള്ളവന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ഇവർക്ക് പ്രശ്നമില്ല, ബിസിനസ്സാണ്. അതാ ഒരു കാര്യം. ഇനി മദ്രസയിലെ രണ്ടാമത്തെ കാര്യം, ഒന്ന്, അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നൊരു കാര്യം, അതിൻ്റെ സിലബസും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ സിലബസ് കുട്ടിയുടെ മനോനിലയും മാനസികാവസ്ഥയും മാനസിക വളർച്ചയുമായിട്ട് ബന്ധമേ ഇല്ല.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മാനസിക വളർച്ചയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഇപ്പോൾ പരമാവധി ഒരു കുട്ടി പഠിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 5 വയസ്സാകുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരു ജീവിതകാലത്തിന് വേണ്ട മതം മുഴുവനും അടുത്ത 5 കൊല്ലം കൊണ്ട് പഠിക്കുക. അതെപ്പോൾ പഠിക്കണം? രാവിലെ ഈ 2 മണിക്കൂർ കൊണ്ട് പഠിക്കണം. ആ കുട്ടിക്ക് ആ പ്രായത്തിൽ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സാറ് ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന മതകാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ നിസ്കരിക്കണം എന്ന്, എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആരാധനാമുറകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് വിധി വിലക്കുകൾ എന്തൊക്കെയാണ്, ജീവിതത്തിൽ ഡോൺസ് അങ്ങനെ ഉണ്ടല്ലോ, ഡൂസ് ആൻഡ് ഡോൺസ്, എന്ത് പാടുണ്ട് എന്ത് പാടില്ല, എന്തൊക്കെ ഹറാമാണ് എന്തൊക്കെ ഹലാലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇതിനിടയിൽ ഈ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കും, നിങ്ങൾക്ക് ഹൈല് വന്നാൽ കുളിക്കേണ്ടത് എങ്ങനെയാണ്, നിഫാസ് വന്നാൽ കുളിക്കേണ്ടത്. എന്താ മനസ്സിലായത്? ഹൈല് എന്ന് പറഞ്ഞാൽ ആർത്തവം എന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല ഈ പ്രായത്തിൽ. ഇതൊരു കൗമാരക്കാരെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇങ്ങനെ പഠിപ്പിക്കും. നിഫാസ് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രസവാനന്തര ബ്ലീഡിങ് ഉണ്ടല്ലോ, അതൊക്കെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. ആ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കുട്ടിയുടെ സൈക്കോളജി എന്ന് പറയുന്നവർ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വളരെ മോശമായി മദ്രസ അധ്യാപകർ കുട്ടികളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നത്. വ്യാപകമായ പരാതി പറയുന്നത് വളരെ മോശമായിട്ട് പെരുമാറും. മാത്രമല്ല അത് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ വലിയ തോതിൽ ബാധിക്കും. പ്രത്യേകിച്ചും ഈ കുട്ടിയുടെ മുമ്പിൽ ഉസ്താദാണ് ഇവന്റെ മാതൃക. ആദ്യം ഇവന് കിട്ടുന്ന ഗുരുവാണത്. 2 തരത്തിലും ഗുരുവാണ്. റിലീജിയസ് ആയിട്ടുള്ള ഗുരുവുമാണ്, പ്ലസ് ഇവനെ ആദ്യം അക്ഷരം ആദ്യം ഞങ്ങൾ പഠിക്കുന്ന അക്ഷരം, മലയാള അക്ഷരം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്നത് ഈ അലിഫ് ബ ത എന്ന് പറഞ്ഞ അറബി അക്ഷരങ്ങളാണ്. അപ്പൊ ഇവനെ അക്ഷരം പഠിപ്പിക്കുന്ന ഉസ്താദുമാണ്, മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാണ്. അദ്ദേഹത്തിന് കുട്ടികളുടെ മാനസിക വളർച്ചയോ കുട്ടികളുടെ സൈക്കോളജിയോ പ്രാഥമികമായി പോലും പഠിക്കേണ്ടതില്ല. ഇപ്പൊ ചില മതസംഘടനകൾ ചെറിയ തോതിൽ ഈ മനഃശാസ്ത്രം കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് എന്നൊക്കെ ആലോചിച്ചു. യോഗ്യത എന്താ അധ്യാപകരുടെ? ഒന്നുമില്ല. മതം സാധാരണഗതിയിൽ പള്ളിയിൽ പഠിപ്പിക്കണമെങ്കിൽ മതത്തിന്റെ ഒരു ഡിഗ്രി എങ്കിലും വേണം. മതം നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൗലവി എന്നൊക്കെ പറയുന്ന ഒരു ബിരുദമെങ്കിലും വേണം. മദ്രസക്ക് അതും വേണ്ട. കാരണം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും കുറച്ചു കാലം. അതാണ് യോഗ്യത, വേറൊരു പണിയില്ല. അപ്പൊ ഈ മദ്രസാധ്യാപകരുടെ ഭാവി, മദ്രസകളുടെ ഭാവി, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന. ശമ്പളം കൊടുക്കുന്നത് പള്ളിയുടെ കമ്മിറ്റി, ഈ പള്ളിയോടനുബന്ധിച്ചാണല്ലോ മദ്രസകൾ ഉണ്ടാവുക. അപ്പൊ മഹല്ല് കമ്മിറ്റി ഉണ്ടാവും. നാട്ടിലെ ഏതെങ്കിലും പ്രമാണിമാരൊക്കെ കൂടി ചേർന്നിട്ടുണ്ടാകും. ഒരു സംശയം, നമ്മുടെ നാട്ടിൽ ഇത് മദ്രസ വിദ്യാഭ്യാസം +2 ഈക്വലന്റ് ആക്കിയിട്ടുണ്ടോ? തുല്യത വരുത്തിയിട്ടുണ്ടോ? ആരാ? സർക്കാർ മദ്രസയിൽ പഠിച്ചു വന്നവർ +2 പാസ്സായതിന് തുല്യമായിട്ട് കണക്കാക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ദൂരെ വന്നതായിട്ട് കണ്ടിട്ടില്ല. മദ്രസ ഒരു സമാന്തര സിസ്റ്റമാണ്. അത് +2ന്റെ സംവിധാനം. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഭൂമി പരന്നതാണെന്നും മഴ പെയ്ക്കുന്നത് അള്ളാഹു ആണെന്നൊക്കെയാണ് മദ്രസ പഠിപ്പിക്കുന്നത്. ഭൂമി അത് അത്തരത്തിലുള്ള ആ സിലബസിനെ കുറിച്ച് ഞാൻ പറയാം. അത്തരം ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രായത്തിന് ചേരാത്ത കരിക്കുലം. 2, കുട്ടികളുടെ മനോനിലയും സൈക്കോളജിയും മനസ്സിലാക്കാത്ത സമ്പ്രദായം. അതിനെക്കുറിച്ചൊരു ബോധ്യവും ഇല്ലാത്ത അധ്യാപകർ. 2, ഇവരെക്കുറിച്ചുള്ള വലിയ കൺസേൺ എന്താ വെച്ചാൽ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഈ അധ്യാപകർക്ക് പണിയില്ലാതാവും. 2ാമത് മദ്രസകൾ വെറുതെ ആകും. കുറേ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ആസ്തിയുണ്ടല്ലോ. ഞാനതിന് പറഞ്ഞ മറുപടി, ഒരു സിസ്റ്റം മാറി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ വേറെ പണിക്ക് പോകും. വേണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വേറെ ഒരുപാട് പണികൾക്ക് ഏൽപ്പിക്കാം. പള്ളിയിൽ ഒക്കെ അനുബന്ധമായിട്ടോ അല്ലാതെയൊക്കെ പണികൾക്ക് ഏൽപ്പിക്കാം. 2, മദ്രസകൾ തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള വേറൊരുപാട് സംഗതികൾക്ക്. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോട്ടെ, ആ സമയത്ത് വെറുതെ ഇരിക്കുന്ന അമ്മമാരുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് വെറുതെ ഇരിക്കുന്ന തൊഴിലില്ലാത്തവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. മുസ്ലിം സമൂഹത്തിൽ കാര്യമായി കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഭർത്താക്കന്മാർ ജോലിക്കോ പുറത്തോ വിദേശത്തൊക്കെ ആണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയം ആയുസ് കളയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ മദ്രസ ഉപയോഗിക്കാൻ പറ്റും. ഇനി സാറ് പറഞ്ഞൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിനകത്ത് സാറിന്റെ ചോദ്യം എന്തായിരുന്നു? ഭൂമി പരന്നതാണ്, മഴ പെയ്യുന്നത് അല്ലാഹുവാണ്. ശാസ്ത്രീയമായ അത് 2-3 തരത്തിലുണ്ട്. നമ്മുടെ മാനവിക ബോധത്തെ, നമ്മുടെ ശാസ്ത്രീയ ചിന്തയെ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ബോധം ആ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ശാസ്ത്രീയ ചിന്തയുടെ പ്രശ്നമുണ്ട്.
ഇപ്പൊ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒന്ന് മദ്രസയിൽ പഠിച്ചു പോയൊരു കുട്ടിക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ ദുഷ്ടന്മാരായിട്ടുള്ള ഈ അധ്യാപകർ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പഠിക്കും, അതൊന്നും ഞമ്മക്ക് വാങ്ങല്ല, ഞമ്മക്ക് പറഞ്ഞതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ ആ വൈരുദ്ധ്യം കിടക്കും. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇതുപോലെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഈ വൈരുദ്ധ്യമുണ്ട്. 2ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി, ഞാനൊക്കെ പഠിച്ച കാലത്തുണ്ട്, 2ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പാഠം. ഇപ്പോൾ മദ്രസയിലെ ടെക്സ്റ്റ് ബുക്കുകൾ പലതുണ്ട്. ഇസ്ലാമിക ചരിത്രം വേറെയുണ്ട്, ഇസ്ലാമിക കർമ്മശാസ്ത്രം വേറെയുണ്ട്. അതൊക്കെ അറബിയിലാണ് പേര് പറയുക. നമ്മൾ അമലിയാത്ത്, ദീനിയാത്ത് എന്നൊക്കെ ഞങ്ങൾ പറയും. ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് പറയുക, ഒന്നാമത്തെ ഇപ്പം ഇസ്ലാം മതം എന്ന ഒരു പാഠം അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? മതം ഏതായാലും മനുഷ്യൻ നന്നാവുകയില്ല. അത് ശരി, മദ്രസയിൽ പഠിക്കുന്ന പാഠമാണ്. ഈ കുട്ടി 2ാം ക്ലാസ്സിലെ മദ്രസയിൽ ഈ പാഠം പഠിച്ചുറപ്പിച്ച്, എങ്ങനെ പഠിച്ചുറപ്പിക്കണം? പറഞ്ഞ് ഉറപ്പിച്ച് അത് കാണാതെ ചൊല്ലിക്കൊടുത്ത് കാണാതെ എഴുതി പഠിച്ചിട്ട് പോകണം. ഈ കുട്ടിയുടെ ഉരുക്ക് ഉറപ്പിച്ചതുപോലെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ പാഠവുമായിട്ടാണ് ഈ കുട്ടി, അതേ പ്രായത്തിലെ കുട്ടിയെ ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ വൈരുദ്ധ്യം ആ കുട്ടിയുള്ള കാലത്തോളം ഉണ്ടാകും. ഇത്തരം വൈരുദ്ധ്യങ്ങൾ മദ്രസയും സ്കൂളും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ മതവും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, മതവും രാഷ്ട്രവും തമ്മിലുള്ള സംഘർഷം ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെയാണ് ഈ ചോദ്യവും. ഇപ്പോൾ ഭൂമി പരന്നതാണ് എന്നല്ലാതെ ഭൂമി ഉരുണ്ടതാണെന്ന്, ഗോളാകൃതിയാണ് എന്ന് ഒരിക്കലും പഠിക്കുന്നില്ല. ഉറപ്പാണോ? പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല, ഇതുവരെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ സിലബസ് ഒക്കെ പരിഷ്കരിച്ച് അതിനും സാധ്യത കുറവാണ്. ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ലേശം അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, സൂര്യനും സഞ്ചരിക്കുന്നു. പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, സൂര്യൻ നിൽക്കുകയാണെന്ന് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഖുർആന്റെ തന്നെ അടിസ്ഥാനത്തിൽ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഭൂമിയുടെ കറക്കം എങ്ങനെയാണ്, ഭൂമിയുടെ ആകൃതി എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജോഗ്രഫി എന്നൊന്നും പറയുന്ന സത്യത്തിൽ ഈ മതവിദ്യാഭ്യാസം പരിഷ്കരിക്കണമെന്ന് വാദിച്ച കുറേ ആളുകളുണ്ട്. പണ്ടേ ഉണ്ട്. അവരെയാണ് പിന്നീട് പരിഷ്കർത്താക്കൾ എന്നൊക്കെ വിളിച്ചത്. അവരാദ്യം പറഞ്ഞത് എന്തെല്ലാം അന്ധവിശ്വാസം ഉണ്ടായിരുന്നല്ലോ മദ്രസയിൽ. ഈ അറബിയിൽ ഖുർആൻ എഴുതിയാൽ ബോർഡിൽ എഴുതാൻ പാടില്ല. എന്താ വെച്ചാൽ ബോർഡിൽ എഴുതിയാൽ ആ ചോക്ക് പൊടി താഴെ വീഴും, അത് ഖുർആനോടുള്ള അവമതിപ്പാണ്. അതുകൊണ്ട് ബോർഡിൽ എഴുതൂല. ഈ പലക കൊണ്ടുപോകും, വീട്ടിൽ നിന്ന് വലിയ 4 കാലുള്ള പലക വെച്ചിട്ട് എഴുതും. എന്നിട്ട് അത് അതുപോലെ കൊണ്ടുപോയിട്ട് ഒഴുക്ക് വെള്ളത്തിൽ കഴുകിക്കളയും. അങ്ങനെയൊക്കെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഒരുപാട് മാറി വന്നു. ഇപ്പൊ മദ്രസയിലൊക്കെ നല്ല ബോർഡ് വെക്കാൻ തുടങ്ങി. അതൊക്കെ ഒരുപാട് ആളുകൾ കലഹം കൂട്ടിയിട്ടാണ്. പരിഷ്കാരമുണ്ട്, മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇനി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് ഇതേ മഹല്ല് കമ്മിറ്റികൾ, ഇതേ മതസംഘടനകൾ CBSE സ്കൂളുകൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അവർക്ക് എല്ലാ സർക്കാരുകളും അവർക്ക് മാറി അംഗീകാരങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മദ്രസകളൊക്കെ ഒന്നുകിൽ സകല മദ്രസകളും സ്കൂളാക്കി മാറ്റിയിട്ട് അവിടെ മതം പഠിപ്പിക്കാൻ, റിലീജിയസ് സ്റ്റഡീസിന്, ഇസ്ലാമിക് സ്റ്റഡീസിന് 1-2 പീരീഡ് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കി സമയം മുഴുവനും ഈ കുട്ടികൾക്ക് മറ്റു വിഷയങ്ങളിൽ ഊന്നാൻ പറ്റും, പൊതുവിദ്യാഭ്യാസത്തെ അപായപ്പെടുത്താതെ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ മദ്രസകളുടെ റെഗുലർ സ്റ്റഡീസ് നിർത്തലാക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം കുട്ടികളുടെ ഭാവി ഓർത്ത് നിർത്തലാക്കേണ്ടതാണ്. കാരണം മദ്രസകൾ നിർത്തലാക്കണം എന്ന് പറഞ്ഞാൽ വലിയ വിവാദമാക്കേണ്ടതുണ്ട്. എന്താ കാരണം എന്നറിയോ? ഞാനതിന് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, മതത്തിൽ വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും മതം അനുഷ്ഠിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് മതം പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേണ്ട എന്ന് പറയണ്ട, അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല. പക്ഷെ പ്രയോറിറ്റി ഏതാണ്? പ്രാഥമിക വിദ്യാഭ്യാസമാണ് നമ്മുടെ മൗലികമായ അവകാശം. മതം പഠിക്കേണ്ടത് ഏത് കാലത്താണ്? മതം ജീവിതകാലം മുഴുവൻ പഠിക്കാം. മതം പഠിക്കാൻ ആയുഷ്കാലം മുഴുവൻ അവിടെ ബാക്കിയുണ്ട്. പക്ഷെ 14 വയസ്സിന് മുമ്പ് പഠിക്കേണ്ടത് അന്ന് പഠിക്കണം. കുട്ടിയുടെ ആയുസ്, കുട്ടിയുടെ ജീവിതം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ട വിദ്യാഭ്യാസം ഏത് എന്ന ചോദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഉയർന്നു വരണം. ആ ചോദ്യം മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ ആദ്യം സ്കൂളിൽ പഠിക്കട്ടെ,
എന്നിട്ടൊരു ഞായറാഴ്ചയോ ഒരു വെക്കേഷൻ കാലത്തോ അല്ല, മാഷ് പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് യു പിയിൽ ചെയ്തത് ശരിയാണെന്നാണ്. യു പിയിൽ ചെയ്തത് എന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ സ്കൂളിൽ പോകണം, സ്കൂൾ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിമാർ, ഏത് മുഖ്യമന്ത്രിമാർ പറയട്ടെ, ആര് പറഞ്ഞാലും ഈ പുതിയ സമൂഹം പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോയതിന്റെ അധോഗതി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട സമുദായമല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റി. അവർ ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം ഓടിയെത്തട്ടെ. അതിന് കൊടുക്കേണ്ടത് പൊതുവിദ്യാഭ്യാസമാണ്. എന്നിട്ട് അവർ മതസമൂഹമായി തീർച്ചയായിട്ടും വളരട്ടെ. മതസമൂഹമായിട്ട് വളരാൻ അവർക്ക് വേണ്ടത് മതവിദ്യാഭ്യാസമാണെങ്കിൽ അത് പഠിക്കാൻ ആയുഷ്കാലം മുഴുവനുണ്ട്. ഏത് സമയത്തും അവരെടുക്കാം. ഇനി വേണമെങ്കിൽ രാത്രിയിൽ എല്ലാ പ്രാർത്ഥനയുടെ ഒരു സമയം, രാത്രിയിലെ എല്ലാ ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ട്, സ്കൂളിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കൂർ നേരം പഠിച്ചുകൊള്ളട്ടെ. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നീക്കി വെച്ചുകൊള്ളട്ടെ, സൺഡേ സ്കൂൾ പോലെ. അതല്ലെങ്കിൽ വെക്കേഷനിൽ 1 മാസം നീക്കി വെച്ചുകൊള്ളട്ടെ. അതൊന്നും അല്ലെങ്കിൽ SSLC പരീക്ഷ, ഏറ്റവും നല്ല മെച്ചുവേർഡായ പ്രായമായില്ലേ കുട്ടികൾ, SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ് ഒരു പബ്ലിക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മാസം ഒരു ഇന്റൻസീവ് കോഴ്സ് കൊടുത്തോട്ടെ. മതം പഠിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് മതം പഠിക്കുന്നത് പരലോകത്തിന് വേണ്ടിയിട്ടാണ്. ഇഹലോക ജീവിതത്തിന്റെ വിമോചനത്തിന് വേണ്ടി പഠിക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസമാണ്. അതിന് പ്രാമുഖ്യം നൽകുന്ന ഒരു തലത്തിലേക്ക് ചിന്തിക്കാൻ ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഏത് സംസ്ഥാനത്തെ പരിഷ്കരണങ്ങളും കേരളത്തിലും അത്തരം പരിഷ്കരണത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും പ്രചോദിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇത്തരം നിയമങ്ങളും കോടതി വിധികളും ഒക്കെ ഇടയാക്കട്ടെ എന്നാണ്. ഏതായാലും എനിക്ക് വലിയ അഭിമാനമുണ്ട് മാഷോട് സംസാരിച്ചിരുന്നപ്പോൾ. കാരണം ഇങ്ങനെ വളരെ ധീരമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു അധ്യാപകനെ നമ്മുടെ പ്രേക്ഷകർ കൂടി തിരിച്ചറിയട്ടെ. തീർച്ചയായിട്ടും സാർ, അത് കാലത്തിൻ്റെ ഒരു വലിയ ആവശ്യം തന്നെയാണ്. അത് ആരെന്ത് വിചാരിച്ചാലും അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞേ തീരൂ. നന്ദി സാർ.